എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അടുത്ത രാവിൽ ഷഹർസാദ് തൻ്റെ കഥ തുടർന്നു. ഖലീഫ ഹാറൂൺ അൽ റഷീദിന് പ്രച്ഛന്ന വേഷത്തിൽ നാടു ചുറ്റി നടന്ന് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി മന്ത്രി ജാഫറിനെയും മസ്റൂറിനെയും കൂട്ടി അദ്ദേഹം പട്ടണത്തിലെ തെരുവിലൂടെ നടന്നു. ഒരിടുങ്ങിയ വഴിയിൽ അവർ എത്തിയപ്പോൾ ഒരു വലയും ചെറുമീനുകൾ ഇടാനുള്ള ഒരു കൂടയും തലയിൽ വെച്ച് വൃദ്ധനായൊരു മനുഷ്യൻ വരുന്നത് കണ്ടു. കയ്യിലൊരു വടിയുമുണ്ട്. ഒരു കവിത ആവർത്തിച്ച് മൂളിക്കൊണ്ടാണ് പുള്ളിക്കാരൻ്റെ നടപ്പ്. ജ്ഞാനികൾ പറയുന്നു അറിവാണ് വലുതെന്ന്, അധികാരമില്ലെങ്കിൽ അറിവിനെന്തു വില, ആഹാരമില്ലെങ്കിൽ അറിവ് കൊണ്ടെന്തു ഫലം. ഖലീഫയ്ക്ക് ആ കവിത നന്നേ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വൃദ്ധനെ അടുത്ത് വിളിച്ചു. ഹേയ്, നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ ജോലി? ഞാനൊരു മുക്കുവനാണ്. ഒരു കുടുംബത്തെ പോറ്റാനുണ്ടെനിക്ക്. ഇത്രയും നേരം വല വീശിയിട്ടും മീനൊന്നും കിട്ടിയില്ല. എൻ്റെ കുടുംബത്തിന് ഇന്ന് ഞാൻ എങ്ങനെ ആഹാരം നേടും? പണയം വയ്ക്കാൻ പോലും എൻ്റെ പക്കൽ ഒന്നുമില്ല. എനിക്കെൻ്റെ ജീവിതത്തോട് തന്നെ വിരക്തിയും വെറുപ്പും തോന്നുന്നു. മരിച്ചാ മതിയായിരുന്നു. ഇത് കേട്ട് ഖലീഫ പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പോരൂ. ഒരു തവണ കൂടി വലവീശി നോക്കൂ. കിട്ടുന്നത് എന്തായാലും 100 ദിനാറിന് ഞാൻ വിലക്കെടുക്കാം. 100 ദിനാർ കിട്ടുമെന്ന് കേട്ടപ്പോൾ മുക്കുവൻ ഉത്സാഹത്തോടെ വലയെറിഞ്ഞു. വലിച്ചു കയറ്റിയപ്പോൾ വലിയ ഭാരം തോന്നി. പക്ഷേ അത് മീനായിരുന്നില്ല, ഒരു വലിയ പെട്ടിയാണ് വലയിൽ കുടുങ്ങിയത്. ഖലീഫ പെട്ടി വാങ്ങി 100 ദിനാർ മുക്കുവന് കൊടുത്തു. അവൻ സന്തോഷത്തോടെ പോയി. പെട്ടി കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് തുറന്നു നോക്കി. അതിനുള്ളിൽ പനയോല കൊണ്ടുള്ള ഒരു ഭാണ്ഡം, ഭാണ്ഡത്തിനുള്ളിൽ മറ്റൊരു പൊതിക്കെട്ട്. പൊതിക്കെട്ട് തുറന്നപ്പോൾ കഷ്ണങ്ങളാക്കി മുറിച്ച സുന്ദരിയായ ഒരു യുവതിയുടെ മൃതദേഹമാണ് അതിൽ കണ്ടത്. അതുകണ്ട് ഖലീഫ ഏറെ നേരം ദുഃഖിച്ചിരുന്നു. ഒടുവിൽ ക്രോധത്തോടെ മന്ത്രിയെ വിളിച്ചു. ജാഫർ, ഇത്തരം ദുഷ്കൃത്യങ്ങൾ എൻ്റെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ആരാണ് ഇതിന് ഉത്തരവാദിയെന്ന് കണ്ടുപിടിക്കണം. 3 ദിവസത്തിനകം ഘാതകനെ പിടികൂടിയില്ലെങ്കിൽ തന്നെയാണ് കഴിവേറ്റുക എന്ന് കൽപ്പിച്ചു. മന്ത്രി എത്ര ആലോചിച്ചിട്ടും ഘാതകനെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗവും മനസ്സിൽ തെളിഞ്ഞില്ല. അങ്ങനെ വിഷമിച്ച് 3 ദിവസം വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞു. 4-ാമത്തെ ദിവസം രാജാവ് മന്ത്രിയെ വിളിച്ചു വരുത്തി. ഘാതകനെ പിടികൂടിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ തൻ്റെ ഉത്തരവ് നടപ്പാക്കാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചു. ബാഗ്ദാദിൻ്റെ തെരുവുകളിൽ ഇക്കാര്യം വിളംബരം ചെയ്യാനും ഉത്തരവിട്ടു. മന്ത്രിയെ കഴുമരത്തിലേറ്റുന്നത് കാണാൻ നഗരത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ കൊട്ടാര കവാടത്തിലേക്ക് പ്രവഹിച്ചു. പെട്ടെന്ന് സുന്ദരനായ ഒരു യുവാവ് ഓടിവന്ന് താനാണ് കുറ്റവാളിയെന്നും തന്നെ ശിക്ഷിക്കണമെന്നും പറഞ്ഞു. അതേസമയം മറ്റൊരു വൃദ്ധനും ഹാജരായി കുറ്റസമ്മതം നടത്തുകയും തന്നെ ശിക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. 2 പേർ കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്ത സ്ഥിതിക്ക് യഥാർത്ഥ കുറ്റവാളി ആരെന്നറിയാൻ ബുദ്ധിമുട്ടായി. ഖലീഫ പ്രതികളെ ചോദ്യം ചെയ്തു. കൊലപാതകം നടത്തിയത് എങ്ങനെയെന്ന് യുവാവ് വിവരിച്ചപ്പോൾ അയാളാണ് ഘാതകനെന്ന് ഖലീഫയ്ക്ക് മനസ്സിലായി. കൊല്ലാനുള്ള കാരണമെന്തെന്ന് ഖലീഫ ചോദിച്ചു. യുവാവ് പറഞ്ഞു, ഇവൾ എൻ്റെ ഭാര്യയാണ്. ഭാര്യയുടെ പിതാവാണ് ഇദ്ദേഹം. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം നുണ പറയുകയാണ്. ഞാനും ഭാര്യയും ഞങ്ങളുടെ 3 പുത്രന്മാരുമായി സസുഖം ജീവിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് ഭാര്യയ്ക്ക് കലശലായ രോഗം ബാധിച്ചു. സമർത്ഥരായ ഭിക്ഷുക്കന്മാരുടെ ചികിത്സ കൊണ്ട് രോഗത്തിന് ശമനമുണ്ടായി. അപ്പോൾ അവൾക്ക് ആപ്പിൾ തിന്നാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞു. ആപ്പിൾ കിട്ടുന്ന കാലമല്ലായിരുന്നു അത്. ഞാൻ പലയിടത്തും അന്വേഷിച്ചു നടന്നു. 10-15 ദിവസത്തെ അന്വേഷണ ഫലമായി 3 ദിനാർ കൊടുത്ത് 3 ആപ്പിൾ വാങ്ങി.
പക്ഷേ ആപ്പിളുമായി വന്നപ്പോൾ വീണ്ടും അവൾക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് പിന്നീട് തിന്നാമെന്ന് പറഞ്ഞ് ആപ്പിൾ കിടക്കയ്ക്കരികിൽ വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ രോഗം തീർത്തും ഭേദമായി. രാവിലെ ഞാൻ എൻ്റെ കടയിൽ പോയി. ഉച്ചയായപ്പോൾ ഒരു കാപ്പിരി യുവാവ് റോഡിൽ കൂടി പോകുന്നത് കണ്ടു. അവൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. തനിക്ക് എവിടെ നിന്നാണ് ആപ്പിൾ കിട്ടിയതെന്ന് ഞാൻ ചോദിച്ചു. അവൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു, അതൊരു രഹസ്യമാണ്, യജമാനോട് മാത്രം പറയാം. എനിക്കൊരു കാമുകിയുണ്ട്, ഒരു വലിയ വീട്ടിലെ സുന്ദരി. സുഖമില്ലാതെ കിടന്ന അവൾക്ക് ഭർത്താവ് 3 ആപ്പിൾ വാങ്ങിക്കൊടുത്തു പോലും. അതിലൊന്ന് അവൾ എനിക്ക് തന്നു. ഇക്കാര്യം ആരോടും പറയരുതേ. ആ അടിമയിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ ലോകം മുഴുവൻ ഇരുളടഞ്ഞതായി എനിക്ക് തോന്നി. കട അടച്ച് അസഹ്യമായ കോപത്തോടെ ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ വെറും 2 ആപ്പിളുകൾ മാത്രം കണ്ടപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, ഇതിൽ ഒരാപ്പിൾ എവിടെ പോയി? അലസമായി തല ഉയർത്തി അവൾ മറുപടി നൽകി, എനിക്കറിയില്ലല്ലോ, എവിടെ പോയി അത്? അപ്പോൾ ആ അടിമ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാനൊരു കത്തിയെടുത്ത് അവളുടെ പിന്നിൽ ചെന്ന് ഒരക്ഷരം മിണ്ടാതെ അവളുടെ കഴുത്തെറുത്തു. ശിരസ്സും ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി. അതെല്ലാം ഒരു ശിരോവസ്ത്രത്തിൽ പൊതിഞ്ഞ് ഒരു പെട്ടിയിലാക്കി നദിയിൽ എറിഞ്ഞു. മൃതദേഹം പുഴയിൽ വലിച്ചെറിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ എൻ്റെ മൂത്ത മകൻ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മയുടെ കട്ടിലിന് സമീപം 3 ആപ്പിൾ ഇരിക്കുന്നത് കണ്ട് ഒരെണ്ണം ഞാനെടുത്തു. അതും കൊണ്ട് തെരുവിൽ കളിക്കാൻ പോയി. ഒരു നീഗ്രോ വന്ന് ആപ്പിൾ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. സുഖമില്ലാത്ത അമ്മയ്ക്ക് കൊടുക്കാൻ അച്ഛൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. അവൻ അത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. ഇതറിഞ്ഞാൽ അമ്മ എന്നെ അടിക്കും. അവൻ വീണ്ടും കരഞ്ഞു. ഞാൻ ജീവച്ഛവമായി നിന്നുപോയി. നിർദോഷിയായ എൻ്റെ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ദുഷ്ടനാണ് ഞാൻ. അവളുടെ അച്ഛനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. എനിക്കിനി ജീവിക്കണമെന്നില്ല. എന്നെ തൂക്കിലേറ്റാൻ ഉത്തരവാകണം. അയാളുടെ കഥ ഖലീഫയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ വേലിയേറ്റമുണ്ടാക്കി. യുവാവ് കുറ്റവാളിയല്ലെന്ന് അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചു. അയാളെയും ഭാര്യാപിതാവിനെയും പറഞ്ഞയച്ചിട്ട് ജാഫറോട് ആജ്ഞാപിച്ചു, ആ നീഗ്രോയെ 3 ദിവസത്തിനകം ഹാജരാക്കണം. അവനാണ് ഇതിനെല്ലാം ഉത്തരവാദി. അവനെ കിട്ടിയില്ലെങ്കിൽ തൻ്റെ കഥ കഴിക്കും. ജാഫറുടെ കാര്യം പിന്നെയും കഷ്ടത്തിലായി. ആപ്പിൾ തട്ടിപ്പറിച്ച നീഗ്രോയെ തിരിച്ചറിയുന്നതെങ്ങനെ? ജാഫർ ദുഃഖിച്ച് വീട്ടിലിരുന്നു. 4ാമത്തെ ദിവസം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇന്ന് രാജകോപത്തിന് പാത്രമായത് തന്നെ. ഖലീഫ കഴിവിലേറ്റും. അയാൾ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞു. ഇളയ മകളെ ആലിംഗനം ചെയ്തപ്പോൾ അവളുടെ കുപ്പായക്കീശയിൽ ഒരു ആപ്പിൾ കിടക്കുന്നത് കണ്ടു. അതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ 1 ദിനാറിന് ഒരു നീഗ്രോയുടെ പക്കൽ നിന്ന് വാങ്ങിയതാണെന്നും റെയ്ഹാൻ എന്നാണ് നീഗ്രോയുടെ പേരെന്നും പറഞ്ഞു. ഉടനെ ജാഫർ റെയ്ഹാനെ കണ്ടുപിടിച്ചു. യുവാവിൻ്റെ മകൻ്റെ കയ്യിൽ നിന്നും ആപ്പിൾ തട്ടിപ്പറിച്ചുകൊണ്ടോടിയത് താനാണെന്ന് അവൻ സമ്മതിച്ചു. ജാഫർ അവനെ ഖലീഫയുടെ മുന്നിൽ ഹാജരാക്കി. എല്ലാം കേട്ട് അത്ഭുതം കൂറിയിരുന്ന ഖലീഫയോട് ജാഫർ പറഞ്ഞു, തിരുമനസ്സേ, ഇതിനേക്കാൾ ആശ്ചര്യകരമായ മറ്റൊരു കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഖലീഫ പറഞ്ഞു, എങ്കിൽ പറയൂ ആ ചരിത്രം. ഇതിനേക്കാൾ വിചിത്രമായി എന്താണതിലുള്ളത്? ജാഫർ മറുപടി നൽകി, അങ്ങ് എൻ്റെ അടിമയ്ക്ക് മാപ്പ് കൊടുക്കുമെങ്കിൽ മാത്രമേ ഞാൻ ആ കഥ പറയുകയുള്ളൂ. ശരി, അത്രയും അതിശയകരമാണ് ആ കഥയെങ്കിൽ ഞാൻ അവൻ്റെ ജീവൻ വിട്ടുതരാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടിമയെ തീർച്ചയായും വധിക്കും. അങ്ങനെ ജാഫർ കഥ പറയാൻ തുടങ്ങി.